ഒരു വിവരം അനുസരിച്ച് അദ്ദേഹം അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ഞാൻ ആദ്യം ഇഷ്യൂ വന്നപ്പോൾ തന്നെ ആ പെങ്കൊച്ചിൻ്റെ അക്കൗണ്ടിൽ കണ്ടത് ഈ വീഡിയോ. അതൊന്നും നമുക്ക് ആ ചോറ് തിന്നുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും അതൊന്നും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്തതല്ല പുള്ളി. അല്ലെങ്കിൽ അറിയാതുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മുട്ടിയപ്പോൾ തന്നെ ഈ കൊച്ചിനാണെങ്കിൽ ഒന്ന് മാറി നിൽക്കായിരുന്നു. അത്രയും തിരക്കുള്ള ബസ്. ഇതിപ്പോൾ എന്താ പോയപ്പോൾ ഒരു മനുഷ്യന് പോയി. ഇതിപ്പം എന്താ പറയുക, സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനയൊന്നും ഇന്ന് ആണുങ്ങൾക്ക് കിട്ടുന്നില്ല. പരിഗണന വേണ്ട, അറ്റ്ലീസ്റ്റ് മനുഷ്യരായിട്ടെങ്കിലും കണ്ടുകൂടെ. ഇത് ചുമ്മാ ഒരുമാതിരി. എനിക്ക് ഈ രാഹുൽ ഈശ്വറിൻ്റെ അതൊരു മൈൻഡ് സെറ്റാണ്. കാരണം പുരുഷ കമ്മീഷനൊക്കെ വരണം. ഇവർക്ക് മാത്രമാണ് ഇപ്പോൾ മൊത്തം സംവരണം ഇതെല്ലാം. ഇപ്പം ഇങ്ങനെ എത്ര പേര് ഇനി മരിക്കും? ഇവർ മൊത്തം ക്യാമറ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും ശരിയല്ല. ഇന്നിപ്പം കോടതി വിചാരണയൊന്നും അല്ല, ഇന്നിപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലാണ്. ആ വീഡിയോ നമ്മൾ കാണുന്ന ആ കൊച്ചിൻ്റെ മാത്രം POV ആണ്. അദ്ദേഹത്തിൻ്റെ POVയിൽ എന്താ സംഭവമെന്നോ ഒന്നും നമ്മൾ തിരക്കുന്നില്ല. നമ്മൾ ആ വീഡിയോ കാണുന്നു. ആ കൊച്ചിനിപ്പോൾ ഒറ്റയടിക്ക് ബൂസ്റ്റ് ചെയ്തൊരു 3000 ഫോളോവേഴ്സ് എന്തോ ആണ് ആ കൊച്ചിന് കിട്ടിയേക്കുന്നത്. അത് ഒരു സൈഡ് മാത്രം കണ്ട് അതായത് അയാൾ ഭയങ്കര മോശക്കാരനാണ്, അയാൾക്ക് എന്തോരം ഒരു സോഷ്യൽ ട്രോമ ഉണ്ടായി കാണും, അയാളുടെ ഫാമിലിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. അതൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര മോശമാണ് ഇന്നത്തെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്.